UDF പ്രവേശനത്തിനായി PV അൻവർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് വെച്ചാണ് അൻവർ KCയെ കാണുക. അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. മുഹമ്മദ് അസ്ലവും ടി നന്ദഗോപാലും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാലിലേക്കാണ്. നന്ദഗോപാൽ, കൂടിക്കാഴ്ച തുടങ്ങിയോ? എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച? നിലവിൽ കൂടിക്കാഴ്ച തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ KC വേണുഗോപാലിന് കോഴിക്കോട് ജില്ലയിൽ നിരവധി പരിപാടികളുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചായിരിക്കും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 മണിയോടുകൂടി PV അൻവർ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും. ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം ഇത്തരത്തിൽ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. PV അൻവർ ഇവിടേക്ക് ഉടൻ തന്നെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ നിലപാടുകൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും വരിക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ PV അൻവർ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. UDFനെതിരെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം UDFന്റെ മുതിർന്ന നേതാക്കൾ പല വിധത്തിലുള്ള അഭിപ്രായവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി തന്നെ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഏത് തരത്തിലുള്ള തീരുമാനമാണ് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ UDFുമായി സഹകരിപ്പിക്കുക, UDFിലേക്ക് എടുക്കുക തുടങ്ങിയ തീരുമാനങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഈ ചർച്ച എത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. 8 മണിയോടുകൂടി ഈ ഒരു ചർച്ച നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി, മുഹമ്മദ് അസ്ലം കൂടിയുണ്ട്. അസ്ലം, അൻവറിനെ ചൊല്ലിയുള്ള കോൺഗ്രസിനകത്തെ ഭിന്നത അത് തീർക്കാനായി KC തന്നെ ഇടപെടുകയാണ്. എന്താണ് ഒരു തീരുമാനം, എന്തുണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? അൻവറിന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അതായത് അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് അതിൽ അസോസിയേറ്റ് മെമ്പർ എന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ അന്നൊരു ഇതിലായിരിക്കും പ്രവേശനം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും കരുതുന്നത്. ആ കാര്യത്തിൽ അന്തിമ തീരുമാനം ഒരു ഉറപ്പ് PV അൻവർ നൽകുക. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉൾപ്പെടെയുള്ള നേരത്തെ തന്നെ ധാരണയിലെത്തിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡ് പ്രതിനിധിയിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങിക്കൊണ്ട് സമവായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ PV അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് KC വേണുഗോപാൽ സമ്മതിച്ചതും അത്തരം ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് തന്നെ PV അൻവറിനെ സംബന്ധിച്ചോളം ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അംഗീകാരമായി കണക്കാക്കുന്നു. അതേ ഹൈക്കമാൻഡ് പ്രതിനിധി തന്നെ തന്റെ ആവശ്യങ്ങൾ കേൾക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്തുള്ള നേതാക്കളോടുള്ള തന്റെ അതൃപ്തി കൃത്യമായി തന്നെ പറയാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നു. അങ്ങനെ ഹൈക്കമാൻഡ് പ്രതിനിധിയിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങിക്കൊണ്ട് ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതേസമയം അപ്പോൾ തന്നെ KC വേണുഗോപാൽ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും കാര്യത്തിൽ ആവശ്യപ്പെടും. അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വരും, തിരുത്തേണ്ടി വരും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് UDF പ്രവേശനം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ PV അൻവർ ആ കാര്യങ്ങൾ പറയുകയും പിന്നെ ഈ ഒരു UDFിലെ മെമ്പർഷിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരികയും ചെയ്യുന്നത് കൂടിയായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കുക എന്നാണ് കരുതുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഇടപെട്ട സാഹചര്യത്തിൽ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കും എന്ന് തന്നെയാണ് UDF ക്യാമ്പ്, അത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റു ഘടകകക്ഷികളും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അൻവർ ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ തന്റെ നിലപാടെന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യത്തിൽ തിരുത്തൽ വരുത്തുകയും UDFുമായിട്ട് സഹകരിക്കാനുള്ള അവരുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് UDF നേതൃത്വത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വരികയും ചെയ്യും. അതോടുകൂടി ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ കഴിയും എന്നുള്ള ഒരു കരുതലിലും ഒരു വിലയിരുത്തലിലുമാണ് ഉള്ളത് UDF ഉള്ളതുകൊണ്ട് തന്നെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. ഇതിൽ ഇദ്ദേഹം എടുക്കുന്ന പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അതിനോട് KC വേണുഗോപാൽ സ്വീകരിക്കുന്ന സമീപനം തന്നെ അനുഭാവപൂർവമായ സമീപനം ഇതുവരെ KC വേണുഗോപാൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം UDFിനൊപ്പം അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകണം എന്നൊരു നിലപാട് അത് മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് പാർട്ടികളും എല്ലാം എടുത്ത നിലപാട് തന്നെയാണ് KC വേണുഗോപാൽ എടുത്തിരിക്കുന്നത്. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല അല്ലെങ്കിൽ UDFിലേക്ക് അടുപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ആരും തന്നെ എടുത്തില്ല. കർക്കശ നിലപാടുള്ള VD സതീശൻ പോലും അത്തരമൊരു നിലപാടെടുത്തില്ല. അതേസമയം ഇത്തരമുള്ള പരസ്യമായ വിലപേശലിന് നിന്നുകൊടുക്കരുത്, UDFിന്റെ ധാരണ പ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് അൻവർ വരട്ടെ എന്നൊരു നിലപാട് മാത്രമേ അവർ എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ UDFിലേക്ക് അസോസിയേറ്റ് മെമ്പർ ആക്കുന്നതിൽ ഏതെങ്കിലും പാർട്ടികൾക്കോ ഏതെങ്കിലും നേതാക്കൾക്കോ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഈ പരസ്യമായ വിഴുപ്പലക്കലുകൾ, വിലപേശലുകൾ
അത് മാറ്റി നിർത്തുക. മാത്രമല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശങ്ങളിൽ നിന്നും അദ്ദേഹം പിന്നോക്കം പോവുക എന്നുള്ളതാണ്. ഇത് രണ്ടും നടക്കും. ഈ രണ്ട് പരാമർശങ്ങൾ അദ്ദേഹം പിന്നോട്ട് പോവുകയും യു ഡി എഫിന്റേതായ ഒരു അംഗീകാരം ഇദ്ദേഹത്തിന് പി അൻവർ നൽകുകയും ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. പക്ഷേ ഇത് കെ സി വേണുഗോപാലും കഴിഞ്ഞ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ വിഷയം പരിഹരിക്കപ്പെടില്ല എന്നുള്ള കാര്യം ശരിക്കും കോൺഗ്രസിനും അതോടൊപ്പം അതിനേക്കാൾ ഉപരി പി വി അൻവറിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇതോടുകൂടി സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് എല്ലാ വിധത്തിലും നടക്കുന്നത്. എന്തായാലും ആ ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ രണ്ട് കൂട്ടരും എടുക്കുന്ന പറയുന്ന കാര്യങ്ങൾ, അവരുടെ നിലപാടുകൾ, അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ എന്നിവ വളരെ ശ്രദ്ധേയമായിരിക്കും. ശരി.